ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തീയതി 15/4/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. സങ്കൽപ്പിക്കുക, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ മടുത്തിട്ട് നമ്മൾ പൂർണ്ണമായ സമാധാനം അന്വേഷിച്ച് ഹിമാലയത്തിലേക്ക് പോകുകയാണെന്ന്. അല്ലെങ്കിൽ എവിടെയെങ്കിലും കാട്ടിലെ ഒരു ഗുഹയിൽ പോയി ധ്യാനിക്കാനിരിക്കുകയാണ്. പക്ഷേ അവിടെ ചെന്നിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണ്, ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സാധാരണ അങ്ങനെയാണല്ലോ സംഭവിക്കുക. ശരിക്കും. കാരണം നിങ്ങൾ സമാധാനം തിരയുന്നത് തികച്ചും തെറ്റായൊരു സ്ഥലത്താണ് എന്ന് ഇന്നത്തെ സ്രോതസ് നമ്മോട് പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ആഴത്തിലുള്ള പഠനത്തിൽ പരിശോധിക്കുന്നത് മനുഷ്യജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചും നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ശാന്തി യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമാണ്. നമ്മുടെ മുന്നിലുള്ള ഇന്നത്തെ സ്രോതസ് ബാബയുടെ മുരളിയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇതുവരെ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് മാറി ചിന്തിക്കേണ്ടി വരും, അല്ലേ? വളരെ ശരിയാണ്. നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്ന ഈ വിഷയത്തിന്റെ ഏറ്റവും കാതലായ ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് ഒരിക്കലും പൂർണ്ണമായ അർത്ഥത്തിൽ സദ്ഗതി നൽകാൻ സാധിക്കില്ല എന്നതാണ്. അതെന്താ അങ്ങനെ? തോണിയായി സങ്കൽപ്പിക്കുക. തോണിയിൽ വെള്ളം കയറി അത് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള ഒരു യാത്രക്കാരന് മറ്റൊരു യാത്രക്കാരനെ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയില്ലല്ലോ. അതിന് തോണിക്ക് പുറത്തു നിൽക്കുന്ന ഒരാൾ തന്നെ വരണം. ഒരു മിനിറ്റ് നിൽക്കൂ, ഞാൻ അവിടെ നിന്ന് ഇടപെടട്ടെ. തോണിയിലുള്ളവർക്ക് പരസ്പരം രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ചുറ്റും എത്രയോ വലിയ ലൈഫ് കോച്ചുകളുണ്ട്, തെറാപ്പിസ്റ്റുകളുണ്ട്, ആത്മീയ ഗുരുക്കന്മാരുണ്ട്. അവരൊക്കെ മനുഷ്യർക്ക് ആശ്വാസം നൽകുന്നില്ലേ? അത് സദ്ഗതിയല്ലേ? അവർ നൽകുന്നത് ഒരു താൽക്കാലികമായ ആശ്വാസമാണ്. ഒരു തെറാപ്പിസ്റ്റിനെ നിങ്ങളുടെ ഇന്നത്തെ പ്രശ്നത്തിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് ആശ്വാസം നൽകാൻ കഴിഞ്ഞേക്കാം. ശരിയാണ്, കുറച്ചു സമയത്തേക്ക് മാത്രം. അതെ. എന്നാൽ മുക്തി അഥവാ ഈ ജനനമരണങ്ങളുടെ ചക്രത്തിൽ നിന്നുള്ള മോചനം, അതുപോലെ ജീവൻ മുക്തി അഥവാ ജീവിതത്തിലിരിക്കെ തന്നെയുള്ള പൂർണ്ണമായ ദുഃഖരാഹിത്യം, ഇതൊന്നും നൽകാൻ ഒരു മനുഷ്യനും കഴിയില്ല. കാരണം എല്ലാ മനുഷ്യരും ഈ പറയുന്ന കർമ്മബന്ധങ്ങളുടെയും ദുഃഖത്തിന്റെയും ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. അപ്പോ അതുകൊണ്ടാണ് ഭഗവാൻ അല്ലെങ്കിൽ ബാബ പറയുന്നത്, ജനനമരണങ്ങൾക്കതീതനായ ഒരു ശക്തിക്ക് അഥവാ ബാബയ്ക്ക് മാത്രമേ ഈ സദ്ഗതി നൽകാൻ കഴിയൂ എന്ന്. അതെ, കൃത്യമായി അതാണ് കാര്യം. അതായത് നമ്മളെല്ലാവരും ആ മുങ്ങുന്ന കപ്പലിലെ യാത്രക്കാരാണ്. നമ്മെ രക്ഷിക്കാൻ കരയിൽ നിൽക്കുന്ന ഒരാളുടെ സഹായം ആവശ്യമാണ്, അല്ലേ? അത് ശരിക്കും വളരെ യുക്തിസഹമായി തോന്നുന്നുണ്ട്. അപ്പോ ഇവിടെ എന്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്. ചോദിക്കൂ. നമ്മൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരയുന്ന ഒരു കാര്യമാണ് എന്റെ മനസ്സിന് എങ്ങനെ ശാന്തി ലഭിക്കുമെന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ സ്രോതസ് പറയുന്നു, ഈ ചോദ്യം തന്നെ അടിസ്ഥാനപരമായി തെറ്റാണ് എന്ന്. അതെന്തുകൊണ്ടാണ്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനസ്സെന്താണെന്നും നമ്മൾ ആരാണെന്നും വ്യക്തമായി തിരിച്ചറിയണം. ചോദ്യത്തിന്റെ ദിശ തന്നെ മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ ചോദ്യം തെറ്റാകുന്നതെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. അതെ, എനിക്കതൊരു ഉദാഹരണത്തിലൂടെ പറയാൻ സാധിക്കും. നിങ്ങൾ നഗരത്തിലെ വലിയൊരു ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് വണ്ടി ഓടിക്കുകയാണെന്ന് കരുതുക. വല്ലാത്തൊരു മാനസികാവസ്ഥയിലിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, ഈ കാറിന്റെ സ്റ്റിയറിംഗ് വീലിന് എങ്ങനെ ഒന്ന് ശാന്തി ലഭിക്കുമെന്ന്. അത് വളരെ നല്ലൊരു ഉദാഹരണമാണ്, അല്ലേ? ഇത് എത്രത്തോളം അർത്ഥശൂന്യമാണെന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം സ്റ്റിയറിംഗ് വീൽ എന്നത് വെറുമൊരു ഉപകരണമാണ്. ശാന്തി ആവശ്യമുള്ളത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്കാണ്. അതുപോലെ തന്നെയാണ് മനസ്സും ബുദ്ധിയും. അവ ആത്മാവിന്റെ വെറും ഇന്ദ്രിയങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ഉപകരണങ്ങൾ മാത്രമാണ്. സമാധാനം വേണ്ടത് ആ ഇന്ദ്രിയങ്ങൾക്കല്ല, മറിച്ച് ആ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആത്മാവിനാണ്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് കാര്യം. ഈയൊരു ബോധ്യം വരുമ്പോഴാണ് നമ്മൾ കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ശരിക്കും കടക്കുന്നത്. എന്താ പറയുക? ആത്മാവിന്റെ യഥാർത്ഥ സ്വധർമ്മം തന്നെ ശാന്തിയാണ്. അല്ലാണ്ട് ശാന്തി എന്നത് പുറത്തുനിന്ന് എവിടെ നിന്നോ പണം കൊടുത്തു വാങ്ങേണ്ട ഒന്നല്ല. അതെ, പുറത്തുനിന്ന് എവിടെ നിന്നും കിട്ടില്ല. തീർച്ചയായും. ഈ ലോകം തന്നെ കർമ്മങ്ങളുടെ ഒരു ദുഃഖധാമമാണെന്നാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്. ദുഃഖം നിറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മൾ ഏതു കാട്ടിൽ പോയി ഒളിച്ചാലും യഥാർത്ഥ ശാന്തി ലഭിക്കില്ല. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. പിന്നെ എവിടെയാണ് ശാന്തി ലഭിക്കുക? ഇവിടെയാണ്.
ആത്മാക്കളുടെ യഥാർത്ഥ വീടായ ശാന്തിധാമത്തിൽ. അതായത് യാതൊരുവിധ കർമ്മങ്ങളോ വികാരങ്ങളോ ഇല്ലാത്ത, ശബ്ദമില്ലാത്ത ആ നിർവികാരി ലോകത്തിൽ മാത്രമേ ശാന്തി പൂർണ്ണമായും അനുഭവിക്കാൻ കഴിയൂ എന്ന് മുരളി സമർത്ഥിക്കുന്നു. നമ്മൾ ആത്മാക്കൾ ഈ ഭൂമിയിലേക്ക് ശരീരമെടുത്ത് ഒരു നാടകം കളിക്കാൻ വരുന്നതിനു മുൻപ് അവിടെയായിരുന്നു, അവിടേക്ക് തന്നെ മടങ്ങുകയും വേണം. അപ്പോൾ നിങ്ങൾ പറയുന്നത് ശാന്തിധാമം എന്നത് നമ്മുടെ യഥാർത്ഥ വീടാണെന്നും നമ്മളിവിടെ ഭൂമിയിൽ വെറുമൊരു റോൾ അഭിനയിക്കാൻ വന്നവരാണെന്നുമാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഒരു വലിയ ചോദ്യം ഉയർന്നുവരുന്നുണ്ട്. എന്താണത്? ശാന്തിധാമത്തിൽ നിന്ന് വന്ന തികച്ചും സമാധാനമുള്ള ആത്മാക്കളായിരുന്നു നമ്മളെങ്കിൽ പിന്നെ എപ്പോഴാണ്, എങ്ങനെയാണ് ഈ ലോകം ഇത്രത്തോളം അശാന്തമായൊരു ദുഃഖധാമമായി മാറിയത്? ഈ സിസ്റ്റം എവിടെ വെച്ചാണ് കേടായത്? അത് മനസ്സിലാക്കണമെങ്കിൽ സൃഷ്ടിചക്രത്തിന്റെ അഥവാ 5000 വർഷം നീണ്ടുനിൽക്കുന്ന വലിയൊരു ഡ്രാമയുടെ രഹസ്യം നമ്മൾ അറിയണം. കാലമെന്നത് ഒരു നേർരേഖയിലല്ല സഞ്ചരിക്കുന്നത്, അതൊരു ചക്രമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത്. കാലചക്രം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന ചരിത്രം എത്രത്തോളം അപൂർണമാണ്. ഇസ്ലാമിക അധിനിവേശത്തിന്റെയോ ബുദ്ധമത കാലഘട്ടത്തിന്റെയോ ഒക്കെ ചരിത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതെ അതെ. എന്നാൽ അതിനു മുൻപ് ഭാരതം ഒരിക്കൽ ലക്ഷ്മി നാരായണന്മാരുടെ ഭരണത്തിൻ കീഴിൽ സുഖവും പവിത്രതയും സമ്പത്തും നിറഞ്ഞ ഒരു സുവർണ കാലഘട്ടമായിരുന്നു എന്ന് മുരളി പറയുന്നു. അതിനെ സത്യയുഗം അഥവാ സ്വർഗമെന്ന് വിളിക്കുന്നു. ആ കാലഘട്ടം എന്തുകൊണ്ട് നമ്മുടെ ചരിത്രപുസ്തകങ്ങളിൽ ഇല്ലാതെ പോയി? ആരെങ്കിലും അത് മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞതാണോ? ആരും മായ്ച്ചു കളഞ്ഞൊന്നുമല്ല. ഭഗവാൻ അല്ലെങ്കിൽ ബാബ പറയുന്നു, ഈ ലോകത്തിന്റെ പൂർണ്ണമായ ചരിത്രവും ഭൂമിശാസ്ത്രവും, അതായത് ഈ സൃഷ്ടിചക്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ ബാബയ്ക്ക് മാത്രമേ പറയാൻ സാധിക്കൂ എന്ന്. അതെന്താ അങ്ങനെ? കാരണം മനുഷ്യന്റെ ഓർമ്മയ്ക്കും രേഖപ്പെടുത്തലുകൾക്കും ഒരു പരിധിയുണ്ടല്ലോ. ഏതാനും 1000 വർഷങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ മനുഷ്യന് കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ ഇതൊരു 5000 വർഷം കൂടുമ്പോൾ കൃത്യമായി ആവർത്തിക്കുന്ന ഒരു നാടകമാണ്. ഇന്നത്തെ ഭാരതം പഴയ ഭാരതമല്ല. ഇതിനൊരു മനോഹരമായ ഉദാഹരണം മുരളി നൽകുന്നുണ്ട്. പഴയ ഡൽഹിയും പുതിയ ഡൽഹിയും. ഓ, ആ ഡൽഹിയുടെ ഉദാഹരണം ശരിക്കും എനിക്ക് വളരെ താല്പര്യമുള്ളൊരൊന്നാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഡൽഹി വായുമലിനീകരണം കൊണ്ടും ട്രാഫിക് കൊണ്ടുമൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു നഗരമാണല്ലോ. അതാണോ അന്നുണ്ടായിരുന്നത്? ഒരിക്കലുമല്ല. സത്യയുഗത്തിൽ യമുനാ നദിയുടെ തീരത്തെ ആ പുതിയ ഡൽഹി അക്ഷരാർത്ഥത്തിൽ ഒരു പുതിയ ലോകത്തിന്റെ കേന്ദ്രമായിരുന്നു. അവിടെ പ്രകൃതി പൂർണ്ണമായും സന്തുലിതമായിരുന്നു. ശരിക്കും? അതെ. അവിടെയുള്ള മനുഷ്യർ അഥവാ ദേവതകൾ തികച്ചും പവിത്രരും പരസ്പരം സ്നേഹമുള്ളവരുമായിരുന്നു. ഇന്നത്തെ പോലെ രോഗങ്ങളോ പട്ടിണിയോ ദുഃഖങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കാലം കടന്നു പോകുന്തോറും ആ പുതിയ ഡൽഹി പതുക്കെ പതുക്കെ പഴയതായി മാറി. അതായത് ഇന്ന് നമ്മൾ കാണുന്ന അഴുക്കും തിരക്കും നിറഞ്ഞ പഴയ ഡൽഹിയായി ഈ ലോകം മുഴുവൻ മാറിയിരിക്കുന്നു അല്ലേ? അതെ. എല്ലാം ആവർത്തിക്കപ്പെടുന്നൊരു ചക്രമാണിത്. പുതിയത് പഴയതാകണം, പഴയത് വീണ്ടും പുതിയതാകണം. പുതിയ ഡൽഹി എങ്ങനെ പഴയ ഡൽഹിയായി എന്നതിലെ ആ മാറ്റം ശരിക്കും നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. പക്ഷേ ആ സ്വർണ്ണയുഗത്തിൽ ഇത്രയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്ന മനുഷ്യർ വെറുതെ അങ്ങോട്ട് താഴേക്ക് പതിക്കില്ലല്ലോ. എന്തോ ഒന്നവരെ സ്വാധീനിച്ചിട്ടുണ്ടാകണം. ഈ ദുഃഖധാമത്തിലേക്ക് നമ്മെ വലിച്ചിഴച്ച ആ യഥാർത്ഥ വില്ലൻ ആരാണ്? അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മൾ എല്ലാവരും പുറത്ത് ശത്രുക്കളെ അന്വേഷിക്കുമ്പോൾ മുരളി പറയുന്നത് നമ്മുടെ ഉള്ളിലെ 5 വികാരങ്ങളാണ് ഇതിന് കാരണമെന്നാണ്. അതെ. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്നീ 5 വികാരങ്ങൾ. എപ്പോഴാണോ ആത്മാവിന് താൻ ശരീരമല്ല ആത്മാവാണ് എന്ന ബോധം നഷ്ടപ്പെടുന്നത്, അവിടെ നിന്നാണ് മനുഷ്യന്റെ പതനം ആരംഭിക്കുന്നത്. ഈ വികാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. നമ്മളൊന്ന് ചുറ്റും നോക്കുക. വലിയ വലിയ കോടീശ്വരന്മാരെയും പ്രൈവറ്റ് ജെറ്റുകളിൽ സഞ്ചരിക്കുന്നവരെയും കാണുമ്പോൾ അവർക്കെന്തൊരു സുഖമാണ്, അവർക്ക് എന്ത് പ്രശ്നമാണുള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കാറില്ലേ? സാധാരണ എല്ലാവർക്കും അങ്ങനെ തോന്നും. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ മുരളി ഇതിനെ വളരെ കൃത്യമായി വിളിക്കുന്നത് മായയുടെ ഷോ എന്നാണ്. എത്ര കോടികൾ സമ്പാദിച്ചാലും ശരിക്കും ഇതൊരു ഷോ മാത്രമാണ്. തീർച്ചയായും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുറമേ കാണുന്ന ഈ ആഡംബരം ഒരിക്കലും ആന്തരികമായ ശാന്തിയുടെ ലക്ഷണമല്ലല്ലോ. പണം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം.
ശരിയാണ്. അല്ലെങ്കിൽ ഏത് നിമിഷവും ശരീരത്തിനൊരു രോഗം വന്ന് എല്ലാം തകിടം മറിയാം. ബാഹ്യമായ സമ്പത്ത് ഒരിക്കലും ആന്തരികമായ ശൂന്യതയെ നികത്തില്ല. ഈ പ്രശ്നത്തിന്റെ എല്ലാം അടിസ്ഥാനപരമായ വേര് എന്താണെന്ന് ഭഗവാൻ അല്ലെങ്കിൽ ബാബ വളരെ വിദഗ്ധമായി വിശകലനം ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ദേഹാഭിമാനം അഥവാ ബോഡി കോൺഷ്യസ്നസ് ആണ്. അപ്പോ ഈ ദേഹാഭിമാനം എന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. എനിക്കിതൊരു VR ഗെയിമുമായി താരതമ്യം ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അതൊരു നല്ല ഉദാഹരണമായിരിക്കുമല്ലോ. അതെ, നിങ്ങളൊരു VR ഹെഡ്സെറ്റ് വെച്ച് ഒരു യുദ്ധ ഗെയിം കളിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. കുറച്ചുനേരം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുറിയിലെ സോഫയിലാണ് ഇരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകുന്നു. അതെ, നമ്മളതിൽ ലയിച്ചു പോകും. ഗെയിമിലെ കഥാപാത്രമാണ് താൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങുന്നു. ഗെയിമിൽ ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു, നിങ്ങൾക്ക് ശരിക്കും ദേഷ്യം വരുന്നു. ഇവിടെ ആ ഹെഡ്സെറ്റ് ഊരി മാറ്റിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതുതന്നെയാണ് ദേഹാഭിമാനവും ചെയ്യുന്നത്. നമ്മൾ ആത്മാവാണെന്ന സത്യം മറന്ന് ഈ ശരീരമാണ് ഞാൻ, എന്റെ പദവി, എന്റെ ബാങ്ക് ബാലൻസ് എന്ന് വിശ്വസിക്കുന്ന അവസ്ഥ. വളരെ വളരെ കൃത്യമായ ഒരു ഉദാഹരണമാണത്. ആ VR ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കാമവും ക്രോധവും മറ്റെല്ലാ വികാരങ്ങളും ഉടലെടുക്കുന്നത്. സ്വർണയുഗത്തിൽ മനുഷ്യർ ദേഹി അഭിമാനികൾ അഥവാ സോൾ കോൺഷ്യസ് ആയിരുന്നു. അതുകൊണ്ടാണ് അവിടെ അവർക്ക് ആ ബാഹ്യമായ വികാരങ്ങളുടെ സ്വാധീനമില്ലാതിരുന്നത്. അപ്പൊ ഇന്ന് ഭാരതത്തിന് ഈ ദേഹാഭിമാനത്തിന്റെയും വികാരങ്ങളുടെയും വലിയൊരു ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. ഈ ഗ്രഹണം എന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഒരു സൂര്യഗ്രഹണം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ സൂര്യന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. സൂര്യന്റെ പ്രകാശവും ചൂടും അവിടെ തന്നെയുണ്ട്. പക്ഷേ ഒരു നിഴൽ അതിനെ താൽക്കാലികമായി മറയ്ക്കുന്നു എന്ന് മാത്രം. ശരിയാണ്. അതുപോലെ നമ്മുടെ ആത്മാവിലെ ശാന്തി എങ്ങോട്ടും പോയിട്ടില്ല. ഈ 5 വികാരങ്ങളുടെ കറുത്ത നിഴൽ അതിനെ മറച്ചിരിക്കുകയാണ്. ആ നിഴൽ മാറ്റുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. കൃത്യമായി പറഞ്ഞു. ആ ദുഃഖത്തിന്റെ ഗ്രഹണം മാറണമെങ്കിൽ എന്തു ചെയ്യണം? ഈ 5 വികാരങ്ങളെ പൂർണ്ണമായും ദാനം ചെയ്യണം എന്ന് ഭഗവാൻ അല്ലെങ്കിൽ ബാബ പറയുന്നു. നമ്മള് നാട്ടിൽ കേട്ടിട്ടില്ലേ, ദാനം നൽകിയാൽ ഗ്രഹണം മാറുമെന്ന്? അതെ, കേട്ടിട്ടുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ നൽകേണ്ട ദാനം പണമോ വസ്ത്രമോ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ വികാരങ്ങളാണ്. ഇതൊരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. ഇതിലൊരു വലിയ വിരോധാഭാസം എന്താണെന്നാൽ, ഈ ആത്മീയ ജ്ഞാനം ഉൾക്കൊള്ളാൻ പലപ്പോഴും കോടീശ്വരന്മാരെക്കാൾ എളുപ്പം സാധാരണക്കാർക്ക് അഥവാ പാവപ്പെട്ടവർക്ക് സാധിക്കുന്നു എന്നതാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സാമ്പത്തികമായി ഉന്നതിയിലുള്ളവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കേണ്ടതല്ലേ? അവിടെയാണ് സമ്പത്ത് നൽകുന്ന അഹങ്കാരം അല്ലെങ്കിൽ ആ ലഹരി പ്രശ്നമാകുന്നത്. സമ്പന്നർക്ക് അവരുടെ ധനത്തിന്റെയും പദവിയുടെയും ഒക്കെ ദേഹാഭിമാനം വളരെ കൂടുതലായിരിക്കും. അവരെ സംബന്ധിച്ച് ഈ മായയുടെ ഷോ വിട്ട് ഇതൊക്കെ നശ്വരമാണെന്ന് അംഗീകരിച്ച് പുറത്തുവരിക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ശരിയാണ്. എന്നാൽ സാധാരണക്കാരന് നഷ്ടപ്പെടാൻ വലിയ ബാങ്ക് ബാലൻസുകളോ അഹങ്കരിക്കാൻ വലിയ പദവികളോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ടവർക്ക് വളരെ വേഗത്തിൽ ഞാൻ ഒരു ആത്മാവാണ് എന്ന ഈ ലളിതമായ സത്യം ഉൾക്കൊള്ളാൻ കഴിയുന്നു. അത് വളരെ ചിന്തിപ്പിക്കുന്നൊരു നിരീക്ഷണമാണ് കേട്ടോ. ശൂന്യമായ ഒരു കപ്പിൽ പുതിയ കാര്യങ്ങൾ നിറയ്ക്കാൻ എളുപ്പമാണ് എന്ന് പറയുന്നത് പോലെയാണത്. അപ്പോ വികാരങ്ങളുടെ ഈ നിഴലിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും ആ സുഖശാന്തികളുടെ സ്വർഗത്തിലേക്ക് നമുക്ക് എങ്ങനെ തിരിച്ചുപോകാം? അതിനൊരു വഴിയുണ്ട്. അതായത് ജനനമരണങ്ങളിലൂടെ കടന്നുപോയി അഴുക്കുപിടിച്ച് ഒരു കല്ലുപോലെ ഭാരമുള്ളതായി മാറിയ നമ്മുടെ ബുദ്ധിയെ വീണ്ടും തിളക്കമുള്ള പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ഒരു പവിഴബുദ്ധിയാക്കി മാറ്റാൻ ശരിക്കും കഴിയുമോ? തീർച്ചയായും കഴിയും. കല്ലുപോലെ ഭാരമുള്ള ബുദ്ധിയെന്ന് പറയുന്നത് പുതിയ സത്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പഴയ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയാണല്ലോ. അതിനെ പവിഴം പോലെ മൂല്യമുള്ളതും തെളിഞ്ഞതുമാക്കാനുള്ള ഒരേയൊരു വഴി ഓർമ്മയുടെ യാത്ര അഥവാ റിമെമ്പറൻസ് ആണ് എന്ന് മുരളി വ്യക്തമാക്കുന്നു. ഈ ഓർമ്മയുടെ യാത്ര കൊണ്ട് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ആത്മീയ അച്ഛനായ ബാബയെ നിരന്തരം ഓർമ്മിക്കുന്നതിലൂടെ ഒരു വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് തുരുമ്പ് കളയുന്നത് പോലെ ആത്മാവിലെ വികാരങ്ങളുടെ ആ അഴുക്ക് നീമുകയും അത് വീണ്ടും പാവനമായി മാറുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നും. പക്ഷെ ഞാൻ പൂർണ്ണമായും വിയോജിക്കുകയാണ്. ഇന്നത്തെ മുരളിയിലെ വരദാനം വായിച്ചപ്പോൾ ഇതത്ര എളുപ്പമല്ല എന്നെനിക്ക് കൃത്യമായി മനസ്സിലായി. അതെന്താണ് അങ്ങനെ തോന്നിയത്? എല്ലാം ബാബയ്ക്ക് സമർപ്പിച്ച് ഒരു ട്രസ്റ്റിയാകുക എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 2026 ജീവിക്കുന്ന ഒരാൾക്ക്
വീട്ടുചെലവുകളും EMIകളും ജോലിയുടെ സമ്മർദ്ദവുമൊക്കെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് എല്ലാം സമർപ്പിച്ച് ഒരു ട്രസ്റ്റിയായി ജീവിക്കാൻ കഴിയുക? ഇത് പ്രായോഗികമായി സാധ്യമാണോ? നമ്മൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ലേ ചെയ്യുന്നത്? വളരെ വളരെ നല്ലൊരു ചോദ്യമാണത്. പക്ഷേ ഇതൊരിക്കലും ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല കേട്ടോ. ഒരു ബാങ്ക് മാനേജറെ നോക്കൂ. അദ്ദേഹം ദിവസവും കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്നുണ്ട്, അത് ലോക്കറിൽ വെക്കുന്നുണ്ട്, ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ വൈകുന്നേരം ആ പണത്തിൽ നിന്ന് 1 കോടി രൂപ ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ ആ മാനേജർ ഇരുന്ന് കരയുമോ? തീർച്ചയായും ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ താൻ ആ പണത്തിന്റെ വെറുമൊരു സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ ട്രസ്റ്റി മാത്രമാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അത് തന്റേതല്ല. ഇതേ മനോഭാവമാണ് ബാബ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ കുടുംബവും ജോലിയും എല്ലാം നോക്കുക, എന്നാൽ ഇതെല്ലാം എന്റേതാണ് എന്ന ആ ഉടമസ്ഥാവകാശം, ആ അറ്റാച്ച്മെന്റ് ഉപേക്ഷിക്കുക. ഇതാണ് യഥാർത്ഥ സമർപ്പണം. ആ ബാങ്ക് മാനേജറുടെ ഉദാഹരണം എന്റെ കണ്ണു തുറപ്പിക്കുന്നതാണ്. അറ്റാച്ച്മെന്റ് ഇല്ലാതെ കർമ്മം ചെയ്യുക. പക്ഷെ മുരളിയിൽ ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. പഴയ ശീലങ്ങളുടെ, അതായത് നമ്മുടെ പഴയ സംസ്കാരങ്ങളുടെ ഒരു ചെറിയ കഷ്ണം എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പോലും മായ നമ്മെ അവിടെ നിന്ന് പിടികൂടുമെന്ന് ബാബ ശക്തമായി പറയുന്നു. അതെ, അതായത് 99% ട്രസ്റ്റിയായിട്ട് വലിയ കാര്യമില്ല. ആ ബാക്കി വരുന്ന 1% അഹങ്കാരമോ കോപമോ മതി നമ്മളെ വീഴ്ത്താൻ. അതെ, മായ വളരെ തീവ്രമാണ്. നിങ്ങൾ പണ്ടത്തെ ഒരു ശീലം ഉപേക്ഷിച്ചുവെന്ന് കരുതിയാലും അതിന്റെ ചെറിയൊരു അംശം നിങ്ങളുടെ ചിന്തകളിലോ കർമ്മങ്ങളിലോ അവശേഷിക്കാൻ പാടില്ല. പൂർണ്ണമായ അർത്ഥത്തിലുള്ള സർവ്വസമർപ്പണം അവിടെ ആവശ്യമാണ്. നമ്മൾ ജീവിക്കുന്നത് ഈ ദുഃഖധാമത്തിലാണല്ലോ. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ 5000 വർഷത്തെ ഡ്രാമയുടെ രഹസ്യം മനസ്സിലാക്കി നമ്മൾ പൂർണ്ണമായും പാവനമായി മാറണം. അതാണ് യഥാർത്ഥ പുരുഷാർത്ഥം. ഈ പറഞ്ഞതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ വളരെ വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ വലിയ മാറ്റം ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന ഒന്നല്ലല്ലോ. അപ്പോൾ നമ്മളിത് നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കും? നാളെയുടെ ഈ വലിയ ലക്ഷ്യങ്ങൾക്കായി ഇന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള കൃത്യമായ നിർദ്ദേശം ഇന്നത്തെ അവ്യക്ത സൂചനകളിൽ ബാബ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് മഹാനാകണമെങ്കിൽ പ്രധാനമായും 2 ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം. മധുരതയും, അതായത് സ്വീറ്റ്നസ്, പിന്നെ നമ്രതയും, അതായത് ഹ്യൂമിലിറ്റി. ഈ മധുരത എന്ന് പറയുമ്പോൾ എല്ലാവരോടും വെറുതെ ചിരിച്ചു കാണിക്കുന്നതോ അല്ലെങ്കിൽ വളരെ പതുക്കെ സംസാരിക്കുന്നതോ ആണോ? പലപ്പോഴും നമ്മൾ കാണുന്ന പല ചിരികളും വളരെ ഫേക്കാണെന്ന് തോന്നാറില്ലേ? ഉണ്ട്, തോന്നും. പക്ഷെ അതെ, നമ്മൾ സംസാരിക്കുന്നത് ആ ബാഹ്യമായ കൃത്രിമമായ മധുരതയെക്കുറിച്ചല്ല. ഇത് ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവമായ മധുരതയാണ്. നിങ്ങളുടെ മുഖത്തും വാക്കുകളിലുമുള്ള യഥാർത്ഥ മധുരതയ്ക്ക് വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. ശരിക്കും? അതെ, അത് നിങ്ങളുടെ ഉള്ളിലെ ക്രോധം എന്ന അഗ്നിയെ, ആ ദേഷ്യത്തെ പൂർണ്ണമായും ശമിപ്പിക്കും. നിങ്ങൾ വെറുമൊരു മനുഷ്യനിൽ നിന്ന് ചുറ്റുമുള്ളവർക്ക് കുളിർമ നൽകുന്ന ഒരു ശീതള ദേവതയായി മാറും. നമ്മൾ ഒരാളോട് ഇടപെടുമ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ മാത്രമല്ല, നമ്മുടെ ദൃഷ്ടിയിലൂടെ പോലും അവർക്ക് ശാന്തിയും സ്നേഹവും അനുഭവപ്പെടണം. അതാണ് യഥാർത്ഥ പരിവർത്തനം. ദൃഷ്ടിയിലൂടെ മറ്റുള്ളവർക്ക് ശാന്തി നൽകുക, അത് ശരിക്കും ആഴമുള്ള ഒരു ചിന്തയാണ്. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ട്രാഫിക്കിൽപ്പെട്ട ഡ്രൈവറുടെ ഉദാഹരണം ഒന്നുകൂടി ഓർത്തു നോക്കൂ. ചുറ്റും ഹോൺ അടിക്കുന്ന ശബ്ദങ്ങൾക്കിടയിൽ ദേഷ്യപ്പെടുന്ന മറ്റ് ഡ്രൈവർമാർക്കിടയിൽ താൻ ഈ വലിയ സൃഷ്ടി നാടകത്തിലെ ഒരു സമാധാനപ്രേമിയായ ആത്മാവാണെന്ന് മനസ്സിലാക്കി തികഞ്ഞ ശാന്തതയോടെ, പുഞ്ചിരിയോടെ വണ്ടി ഓടിക്കുന്ന ഒരാളായി നിങ്ങൾ മാറുകയാണ്. ആ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ചുറ്റുമുള്ള എത്ര പേരെ സ്വാധീനിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. അതെ, അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായും. അപ്പോ ഈ ആഴത്തിലുള്ള പഠനം അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായി തികച്ചും വ്യത്യസ്തമായ ഒരു ആശയം ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നം എന്താണ്? അത് സാമ്പത്തികമാകാം, ബന്ധങ്ങളിലെ വിള്ളലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറാകാം. നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത ആ വലിയ സമ്മർദ്ദത്തെ 5000 വർഷം നീണ്ടു നിൽക്കുന്ന അതിബൃഹത്തായ ഈ വലിയ ഡ്രാമയിലെ വെറുമൊരു ചെറിയ സീൻ മാത്രമായി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഈ നിമിഷം കടന്നുപോകും, വീണ്ടും ഈ ചക്രം തിരിയും എന്നോർക്കുമ്പോൾ ആ പ്രശ്നത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എങ്ങനെ മാറും? നിങ്ങളുടെ ഉള്ളിലെ ശാന്തിധാമത്തിലെ ആ സമാധാനപരമായ അവസ്ഥയെക്കുറിച്ച് ഇന്ന് നിശബ്ദമായി കുറച്ചുനേരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ശാന്തി നിങ്ങളിൽ തന്നെയുണ്ട്. അത് പുറത്തെടുക്കാൻ മാത്രമേ നിങ്ങൾ ശ്രമിക്കേണ്ടതുള്ളൂ. ഈ സങ്കീർണമായ വിഷയങ്ങളെ ഇത്രയും ലളിതമായി നമ്മോടൊപ്പം പങ്കുവച്ചതിനും ഈ ചർച്ചയെ ഇത്രയും അർത്ഥവത്താക്കിയതിനും ഒരുപാട് നന്ദി.
ഒപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി. ഓം ശാന്തി.